എല്ലാവർക്കും നമസ്കാരം. HSA ഫിസിക്കൽ സയൻസിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഡിസംബർ 31 മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ സിലബസ് എന്താണ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയൂ. എന്നിരുന്നാലും നമുക്ക് ഇപ്പോഴുള്ള സിലബസ്, ഫിസിക്കൽ സയൻസിൻ്റെ ഇപ്പോഴുള്ള സിലബസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു അവലോകനമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. കഴിവതും ചെറിയൊരു വീഡിയോ ആക്കാൻ ശ്രമിക്കാം. ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഇതിൽ പഠിക്കണം. അപ്പോൾ ഈ HSAയുടെ ഈ ഒരു എക്സാമിന് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്രമല്ല, നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് GKയും കറണ്ട് അഫെയറും അതുപോലെ തന്നെ കുറച്ച് പെഡഗോഗി ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും നമ്മൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പം ഇത് പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. അപ്പം പാർട്ട് എയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് അല്ലെ. മൊഡ്യൂൾ 1 റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആണ്. അതായത് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നവോത്ഥാന നായകന്മാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് റെനൈസൻസിൽ നമ്മൾ പഠിക്കുന്നത്. ഫ്രീഡം മൂവ്മെന്റിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചിട്ടുള്ള അന്നേരം നടന്നിരുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഫ്രീഡം മൂവ്മെന്റിൽ പഠിക്കുന്നത്. പിന്നെ ജനറൽ നോളജ് എന്ന് പറയുന്നത് ജനറൽ PSC പഠിക്കുന്ന എല്ലാവർക്കും ഒരുമാതിരി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അതായത് ജനറൽ ഹിസ്റ്ററി അല്ലെ, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മുടെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജനറൽ നോളജിൽ പൊതുവായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എക്സാം വരുന്നതിന് ഒരു കൊല്ലം മുന്നെയോ അല്ലെങ്കിൽ ഒരു 6 മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് നന്നായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. അത് മാത്രമല്ല, നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫെയറുകൾ കാണും. അതായത് ഇപ്പം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങിയ അല്ല നോബൽ സമ്മാനങ്ങൾ, ഇത് കണക്കത്തെ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ അതൊക്കെ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയറുകളായിട്ട് എടുക്കാം. അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക മേഖലകൾ മാത്രമല്ല, പൊതുവായിട്ടുള്ള കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊരു ജ്ഞാനം ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് തേർഡ് മൊഡ്യൂളിലാണ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ BEdന് പഠിച്ചിട്ടുള്ള സകലമാന കാര്യങ്ങളുമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പല പേപ്പറുകളിലായിട്ട് പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കുവാണെങ്കിൽ നമ്മുടെ എന്താണ് സബ്ജക്റ്റിന്റെ സ്കോപ്പ് അല്ലെ, സ്കോപ്പ് ഓഫ് ദ സബ്ജക്ട് നമ്മൾ എപ്പോഴും ഫിസിക്കൽ സയൻസ് തുടങ്ങുമ്പോഴത്തേക്കും അല്ലെ, ഫിസിക്കൽ സയൻസ് ടീച്ചിങ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു BEdന്റെ പേപ്പറിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്ട്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ, ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് നോക്കിയിട്ട് പോകണം. കൊറിലേഷൻ, ഒരു ഫിസിക്കൽ സയൻസ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം കൊറിലേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു പെഡഗോഗിയുടെ സൈഡിൽ നമുക്കൊരു 5 മാർക്സ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ പെഡഗോജിക്കാണ് നമ്മൾ 5 മാർക്സ് പറയുന്നത്. പിന്നെ ഒരു 15 മാർക്സ് ആണ് നമ്മൾ GK കറണ്ട് അഫെയർ ഇതിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 15 മാർക്കായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ട് ബിയിൽ 40 മാർക്ക് ഫിസിക്സും അതുപോലെ തന്നെ 40 മാർക്ക് കെമിസ്ട്രിയും. ഇങ്ങനെയാണ് നമ്മൾ നിലവിൽ അറിയാവുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുന്നോ എന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ സിലബസിലുള്ള മാറ്റത്തിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റിൽ നമുക്ക് ഇതുപോലെ കൊറിലേഷൻ ഉണ്ട്. പിന്നെന്താണ് പെഡഗോഗിക് അനാലിസിസ്, പിന്നെ ടാക്സോണമി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബ്ലൂംസ് ടാക്സോണമി ഒക്കെ നമ്മൾ BEdൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അടുത്ത് നോക്കിക്കേ, ഇംപ്ലിക്കേഷൻസ് അല്ലെ, ഈ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റിലെ ഇംപ്ലിക്കേഷൻസ്, പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, വൈഗോട്സ്കി, ഓസ്വെൽ, ഗാർട്ട്നർ, ഇവരുടെയൊക്കെ ടീച്ചിങ് ഇംപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് അല്ലെ, മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് നമ്മൾ നോക്കിയിരിക്കണം. അതേപോലെ തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്, പിന്നീടുള്ളത് കരിക്കുലം. ഇതെല്ലാം നമ്മൾ BEdന് കേട്ട് മറന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഇതൊക്കെ പൊടിതട്ടിയെടുക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. NCF, KCF, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് എന്തിനാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, അതിന്റെ എയിംസ് എന്തൊക്കെയാണ്, അതിന്റെ റിസൾട്ട് എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് റിസോഴ്സസ്, ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. ലൈബ്രറി, ലബോറട്ടറി, മ്യൂസിയം, ക്ലബ്ബ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അപ്പൊ ഇതിന്റെയൊക്കെ പല തരത്തിലുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡുകളുണ്ട്. അതിനെയൊക്കെ നമുക്ക് കുറിച്ചിട്ടൊരു ജ്ഞാനം ഉണ്ടായിരിക്കണം.
അതാണ് ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസിൽ വരുന്നത്. പിന്നെ അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി എഡിന് അല്ലെ. അതായത് അതിനകത്ത് എന്തൊക്കെയാണ് അസസ്മെന്റ് ടെക്നിക്സ് എന്തൊക്കെയാണ്, അസസ്മെന്റ് അസസ്മെന്റും ഇവാലുവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിന്റെ പർപ്പസ് എന്താണ്, കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ ടെക്നിക്കുകൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ CCE, ഗ്രേഡിങ് തുടലായ കാര്യങ്ങൾ, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റുകൾ, അതായത് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് നമ്മൾ ബി എഡിന് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പം ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്, ഇന്റർപ്രിട്ടേഷൻ, പിന്നെ റെമഡിയേഷൻ അല്ലെ. ഇത് ഈ അസസ്മെന്റ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നീട് നമ്മൾ പഠിച്ചത് ടീച്ചറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, കോമ്പീറ്റൻസീസ് എന്തൊക്കെയാണ് അല്ലെ, കോമ്പീറ്റൻസീസ് ഓഫ് എ ഫിസിക്കൽ സയൻസ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ടീച്ചറിന്റെ പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ടീച്ചിങ് സ്കിൽസ്, പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം മൈക്രോ ടീച്ചിങ് അല്ലെ. നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് മൈക്രോ ടീച്ചിങ് എന്താണ്, അതിന്റെ യൂസ് എന്താണ്, അതിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ക്ലാസ് വരെ എടുത്തിട്ടുള്ള ആളുകളാണ്. പിന്നീട് വരുന്നത് ആക്ഷൻ റിസർച്ച്, അതും നമ്മൾ എന്താണ് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ഇതെല്ലാം നോക്കുവാണെങ്കിൽ എന്താണ്, നമ്മൾ ബി എഡിന് പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ ഈ വട്ടം ഇട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എന്താണ്, നമ്മളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഒരു കണ്ടു മറന്ന അല്ലെങ്കിൽ കേട്ടു മറന്ന കാര്യങ്ങളാണ്. സോ ഒന്നുകൂടെ ഒന്ന് ഇതിലോട്ട് തിരിച്ചു പോകണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന്, പാർട്ട് എയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 20 മാർക്കും നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഏരിയ കവർ ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത പാർട്ട് ബിയിൽ വരുമ്പോഴത്തേക്കും ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അപ്പൊ പല മൊഡ്യൂളുകളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ആദ്യം നോക്കുവാണെങ്കിൽ മൊഡ്യൂൾ 1, അതിൽ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ഇതെന്ന് പറയുന്നത് നമ്മുടെ 11th നമ്മുടെ ക്ലാസ് പ്ലസ് വണ്ണിന്റെ ഫിസിക്സ് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് അവിടെ ഇത് തന്നെ കാണാം. ഈ കാര്യങ്ങളെല്ലാം അവിടെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാം. അതായത് എനിക്ക് തോന്നുന്നു 4th ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, ലോസ് ഓഫ് മോഷൻ അല്ലെ. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന 4th ചാപ്റ്റർ ഫിസിക്സിന്റെ, അതായത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ചാപ്റ്റർ ആണ്. അതിൽ വരുന്ന കണ്ടന്റ് ആണ് ഈ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അപ്പം ന്യൂട്ടന്റെ ലോ എന്തൊക്കെയാണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളാണ് നമ്മൾ ആ ഏരിയയിൽ നോക്കാനുള്ളത്. അത് കഴിഞ്ഞ് റൊട്ടേഷണൽ ഡൈനാമിക്സ്, അതും എഗെയിൻ +1 പാർട്ട് 1 ഒരു ചാപ്റ്റർ ആണ് അല്ലെ. പാർട്ട് 1 ചാപ്റ്റർ 6 ആണ് ഈ റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കൺസർവേഷണൽ ലോസ്, അതായത് ലീനിയർ മൊമെന്റം കൺസർവേഷൻ, ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ, എനർജി കൺസർവേഷൻ. അതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ്, ഫിസിക്സിന്റെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയ ഓസിലേഷൻസും വേവ്സും അല്ലെ, 13ാമത്തെയും അതുപോലെ തന്നെ 14ാമത്തെയും ചാപ്റ്ററുകളിൽ കാണപ്പെടുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. SHM, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാംഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ്, വേവ് മോഷൻസ്, ഡോപ്ലർ ഇഫക്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡോപ്ലർ ഇഫക്റ്റ്. മുൻപ് ഉള്ള ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യം ഡോപ്ലർ ഇഫക്റ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ ഡിഗ്രി ലെവലിലും ഇതൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി BSc ലെവലിൽ പഠിച്ചിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. BSc ഫിസിക്സ് പഠിച്ചിട്ടുള്ള ആളാണെങ്കിലും ഇതറിയാം. BSc കെമിസ്ട്രി ആണെങ്കിൽ അവർ സബായിട്ട് ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തായിട്ടും ഈ ഒരു പോർഷൻ കവർ ചെയ്തിട്ടുണ്ടാവണം നേരത്തെ തന്നെ. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി, ഇതും നമ്മൾ 11th പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. നമ്മൾ സോളിഡ്സിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു 8th ചാപ്റ്റർ, NCERTയുടെ 8th ചാപ്റ്റർ ആണ്. അതിൽ തന്നെ യങ്സ് മോഡുലസ് ഉണ്ട്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്. പിന്നീട് വരുന്ന കാര്യം സർഫസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി. ഇത് ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇതിന് തൊട്ടടുത്ത ചാപ്റ്റർ 9th ചാപ്റ്ററിൽ. പക്ഷെ അതിനകത്ത് 2 ടോപ്പിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും മാത്രമേ നമ്മൾ അതിനകത്തുനിന്ന് പഠിച്ചാൽ മതി. അതാണ് മൊഡ്യൂൾ 1 അല്ലെ. എല്ലാം നമ്മൾ 11th പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്, നമ്മൾ ഡിഗ്രിയിലും പഠിച്ചിട്ടുണ്ട്. അടുത്ത മൊഡ്യൂൾ നോക്കാം. മൊഡ്യൂൾ 2 നോക്കുവാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇതെവിടെയാണ് നമ്മൾ 12th പഠിച്ചിട്ടാണ്. +1 ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും അല്ലെ. അപ്പോൾ ഒരു വരിയേ ഉള്ളൂ, പക്ഷെ അതിന് പുറകിൽ എന്താണ് പല പല കാര്യങ്ങളുണ്ട്.
അപ്പം ചാർജുകളെ കുറിച്ചും ഇലക്ട്രിക് ഫീൽഡുകളെ കുറിച്ചും ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച ആ ഒരു ഏരിയ കപ്പാസിറ്റൻസ്, അതൊക്കെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. പിന്നെ ട്രാൻസിയന്റ് കറണ്ട് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി, എഗെയിൻ കറണ്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കണ്ടന്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. തേർഡ് ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അടുത്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? നമ്മുടെ 6th ചാപ്റ്റർ ആണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അത് നമ്മുടെ 7th ചാപ്റ്റർ. അതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് അതേതാണ്? അതും നമ്മുടെ ഏകദേശം ഒരു 5th ചാപ്റ്റർ ആയിട്ടൊക്കെ വരും. നമ്മുടെ 4th 5th ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ലാസ്റ്റ് സെമി കണ്ടക്ടർ ഫിസിക്സ്. അവിടെ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, ലോജിക് ഗേറ്റ്സ് അല്ലെ, ആൻഡ്, ഓർ, നോട്ട്, എക്സ് ഓർ, എക്സ് നോട്ട്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ഗേറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം എന്താണ്? ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. അപ്പൊ ഇതും നമ്മൾ എന്താണ് ഒരു 12th ലാസ്റ്റ് ചാപ്റ്റർ, അതായത് 14th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പം മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം നമ്മൾ 12th പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, കുറച്ചുകൂടെ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ടുള്ളത്. അടുത്ത മൊഡ്യൂൾ 3 നോക്കുവാണെങ്കിൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, ഇന്റർഫറൻസ്, സ്കാറ്ററിംഗ്, പോളറൈസേഷൻ, ഫൈബർ ഓപ്റ്റിക്സ്, ലേസേഴ്സ്, ബേസിക് ഐഡിയ ഓഫ് സ്പെക്ട്രോസ്കോപ്പി അല്ലെ. ഇതും എന്താണ്, നമ്മൾ 12th പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ അല്ലെ, റേ ഓപ്റ്റിക്സും ഉണ്ട്, നമുക്ക് വേവ് ഓപ്റ്റിക്സും ഉണ്ട്, അവിടെ പഠിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. അവിടെയും എന്താണ്, തെർമോഡൈനാമിക്സിന്റെ ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഞ്ചിൻ, കാർനോട്ട് എഞ്ചിൻ, ഹീറ്റ് എഞ്ചിനുകൾ. പിന്നെ എൻട്രോപ്പി, അത് നമ്മൾ ഡിഗ്രിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഏരിയ നമ്മൾ ഡിഗ്രി ലെവലിൽ, എല്ലാം തന്നെ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കേണ്ടതാണ്. പക്ഷെ ഇത് നമ്മുടെ ഡിഗ്രിക്ക് ഇത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. സോറി, നമ്മൾ +2 ലെവലിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് പഠിക്കുന്നില്ല. അതായത് എൻട്രോപ്പി ഒക്കെ ജസ്റ്റ് നമുക്ക് ഒരുപാട് പഠിക്കാനൊന്നുമില്ല, എന്നാലും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ആ ഒരു എക്സ്ട്രാ നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെച്ച് നോക്കേണ്ടതായിട്ടുള്ള ഏരിയകളാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതിലെ എൻസംബിൾ, ഫേസ് സ്പേസ്, മാക്സ്വൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ. ഈ എൻസംബിൾ ഒക്കെ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. കനോണിക്കൽ എൻസംബിൾ, ഗ്രാൻഡ് കനോണിക്കൽ എൻസംബിൾ, മൈക്രോ കനോണിക്കൽ എൻസംബിൾ ഒക്കെ. അപ്പോൾ ഇതും എന്താണ്, നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ഏരിയയും നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്തത് മൊഡ്യൂൾ 4 അല്ലെ. ഈ മൊഡ്യൂൾ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു കെമിസ്ട്രി ടോപ്പിക്കുകളാണ് പറയുന്നത്. അതായത് ബോർ ആറ്റം മോഡൽ, വെക്റ്റർ ആറ്റം മോഡൽ. ഇതേതാണ്, നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന 11th ടെക്സ്റ്റ് ബുക്ക് അല്ലെ, 11th ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് വരും. ആ ചാപ്റ്ററിൽ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഹയർ ലെവലിൽ വരുമ്പോഴത്തേക്കും ഹൈഡ്രജൻ സ്പെക്ട്ര ഒക്കെ നമ്മൾ അവിടെ പറയുന്നതാണ്. ന്യൂക്ലിയർ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, റേഡിയോ ആക്ടിവിറ്റി, അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ, എലമെന്ററി പാർട്ടിക്കിൾസ്, ഇതെല്ലാം എന്താണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഇത് നമ്മൾ ഫിസിക്സുകാർ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫിസിക്സിൽ നമ്മൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ എന്ന് പറയുന്ന പേപ്പർ നമുക്കുണ്ടായിരുന്നു അല്ലെ, ഡിഗ്രിക്ക്. അപ്പോൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ന്യൂക്ലിയറിന്റെ സ്ട്രക്ചറും ആറ്റത്തിന്റെ സ്ട്രക്ചറും എലമെന്ററി പാർട്ടിക്കിൾസ് പോലുള്ള കാര്യങ്ങൾ. പിന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ക്രിസ്റ്റൽ സിമെട്രി, മില്ലർ ഇൻഡിസസ്, ബ്രവേസ് ലാറ്റസ്, ബ്രാഗ്സ് ലോ, പാക്കിംഗ് ഫ്രാക്ഷൻ, സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇതെന്താണ്, നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളാണ് ഡിഗ്രി ലെവലിൽ. അത് കഴിഞ്ഞിട്ട് ഉള്ളത് എന്താണ്, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെ, വേവ് നേച്ചർ ഓഫ് മാറ്റർ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പോസ്റ്റുലേറ്റ്സ് ഓഫ് വേവ് മെക്കാനിക്സ് ആൻഡ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അവിടെ എന്താണ്, ഒരു ക്വാണ്ടം മെക്കാനിക്സിലോട്ട് നമ്മുടെ ടോപ്പിക്കുകൾ കയറുകയാണ്. അപ്പം മൊഡ്യൂൾ 5 നോക്കുവാണെങ്കിൽ യഥാർത്ഥ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് എത്തി. പോസ്റ്റുലേറ്റ്സ് പറയുന്നു, ഐഗൺ വാല്യൂസ്, ഐഗൺ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യണം. പാർട്ടിക്കിളിനെ ബോക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം, പിന്നെ റേഡിയൽ ആൻഡ് ആംഗുലാർ ഫങ്ഷൻസ്. ഇതെല്ലാം എന്താണ്, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഏരിയയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു തുടക്ക 2-3 സെന്റൻസിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞത് നോക്കിക്കേ, എനർജി ലെവൽസ് ഇൻ മോളിക്യൂൾസ്. ഇതും ബോൺ ഓപ്പൺ അപ്രോക്സിമേഷൻ, ഇതെല്ലാം എന്താണ്, ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അടുത്ത് നോക്കുവാണെങ്കിൽ റൊട്ടേഷണൽ, വൈബ്രേഷണൽ, രാമൻ ഇലക്ട്രോണിക് NMR സ്പെക്ട്രോസ്കോപ്പി. അതും നമ്മൾ ഡിഗ്രിക്ക് ഒരു പേപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാണ്, സ്പെക്ട്രോസ്കോപ്പി അല്ലെ. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷനുകളും നമ്മൾ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ടതുണ്ട്. അടുത്ത എന്താണ്,
അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഡിഫെക്ട്സ് ഇൻ ക്രിസ്റ്റൽസ്, സ്റ്റോഷ്യോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്ട്സ്. ഇത് നമ്മൾ 11th പഠിക്കുന്നതാണ്. സോളിഡ് സ്റ്റേറ്റിൽ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ സോളിഡ്സിനെ കുറിച്ച്. നമ്മൾ ഡിഗ്രി ലെവലിലും സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നു, പേപ്പറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ കംസ് ഹെൻറീസ് ലോ, റോൾസ് ലോ, ഡൈല്യൂട്ട് സൊല്യൂഷൻസ്. അതെന്താണ് നമ്മുടെ 12th സെക്കൻഡ് ചാപ്റ്റർ ഓർമ്മയില്ലേ, സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ, സെക്കൻഡ് ചാപ്റ്റർ കെമിസ്ട്രിയിലെ ടെക്സ്റ്റ് ബുക്ക് ആണ് ഞാൻ പറയുന്നത്. ഇത് 12th സെക്കൻഡ് ചാപ്റ്ററിലെ ഏരിയാസ് ആണ് പറയുന്നത്. സൊല്യൂഷൻസിൽ നമ്മൾ പഠിക്കുന്നതാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ ഒരു ഗ്രാഫ് ഒക്കെ വരച്ചിട്ടൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഇതുപോലെ പല പല പ്രോപ്പർട്ടീസിന്റെ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്, കർവ്ഡ് ലൈൻ വരുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്നോർമൽ മോളിക്കുലാർ മാസ്, വാൻ ഹോഫ് ഫാക്ടർ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സൊല്യൂബിലിറ്റീസ്, അതും നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അടുത്താണ് ക്രൊമാറ്റോഗ്രഫി. എഗെയിൻ നമ്മൾ 11th പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അത് പല ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി, അതിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ്. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി, ഇതെല്ലാം പഠിച്ചിരിക്കണം. നെക്സ്റ്റ് കംസ് സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സിലിക്കോൺ, സിലിക്കേറ്റ്സ്, സിയോലൈറ്റ്സ്, സിമെന്റ്, ഗ്ലാസ്, ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, റോക്കറ്റ് പ്രൊപ്പലൻസ്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് സ്റ്റഡി. അത് കഴിഞ്ഞ് നമ്മൾ മൊഡ്യൂൾ 6 വരികയാണ്. അവിടെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഡി ബ്രോയി റിലേഷൻ, നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതെല്ലാം നമ്മൾ എന്താണ് ഈ ഒരു ആറ്റം മോഡലിൽ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ ഡിഗ്രിയിൽ നല്ല സ്ട്രെസ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടം നമ്പേഴ്സ് അല്ലേ, പിന്നെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ്. ഇതൊക്കെ നമ്മൾ ആറ്റംസ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു ക്വാണ്ടം നമ്പേഴ്സ് അല്ലെ. ആറ്റം മോഡലിന്റെ അവിടെ ആ ചാപ്റ്ററിലും ലാസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള ബോണ്ടുകൾ അല്ലെ, അയനിക് ബോണ്ട്, കൊവാലൻ ബോണ്ട്, അതുപോലെ ബോണ്ട് തിയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. BSAPR തിയറി അല്ലെ, അതിൽ പലതരത്തിലുള്ള ഹൈബ്രഡൈസേഷൻസ് എല്ലാം നമ്മൾ 12th പഠിച്ചതാണ്. പക്ഷെ എന്താണ് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകേണ്ടതുണ്ട്. എക്സാമ്പിൾസ്, ഈ ഹൈബ്രഡൈസേഷൻ ഒക്കെ പറയുമ്പോൾ പല ഹൈബ്രഡൈസേഷൻ എങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ നോക്കിയിട്ട് പോകണം. അതാണ് ആ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ലോസ്, നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പോളിംഗ് മില്ലിക്കൻ സ്കെയിലുകൾ, ആ ഒരു ഏരിയ ആണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ബോണ്ട് തിയറിയിൽ ഫ്രീ ഇലക്ട്രോൺ തിയറി, അതുപോലെ തന്നെ വാലൻസ് ബോണ്ട് തിയറി, അതിൻ്റെയൊക്കെ ബേസിക് കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. ഹൈഡ്രജൻ ബോണ്ടുകൾ അല്ലെ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പീരിയോഡിക് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു റിലേഷൻഷിപ്പ്, ഡയഗണൽ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ അടുത്തത് ട്രാൻസിഷൻ എലമെന്റ്സ്, അതും നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലെന്തനൈറ്റ്സ്, ആക്ടിനൈറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയുക. നെക്സ്റ്റ് കംസ് മെറ്റൽസ്. മെറ്റൽസിന്റെ ഒക്കറൻസ്, കോൺസെൻട്രേഷൻ ഓഫ് ഓഴ്സ്, ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ കെമിസ്ട്രിയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റലർജി അല്ലെ, മെറ്റലർജി എന്ന് പറയുന്ന ഒരു ഇതിലാണ് നമുക്കത് പഠിക്കാനായിട്ടുള്ളത്, ഈ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഏകദേശം പല മെറ്റൽസിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതിന്റെ ഓഴ്സ് എന്തൊക്കെയാണ്, അതിനെ ഈ സെഗ്രിഗേഷൻ ചെയ്യുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പിന്നെ നോക്കുന്നത് ഐസോമെറിസം അല്ലെ, കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് എന്താണ് നമ്മൾ ഈ ഒരു ഡി ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ച ആ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ നമുക്കുണ്ട്, ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കണം. പിന്നെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, ആപ്ലിക്കേഷൻസ്, പിന്നെന്താണ് റേഡിയോ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. ഹാഫ് ലൈഫിന്റെയും കാര്യങ്ങൾ, ട്രാൻസ്മ്യൂട്ടേഷൻ എന്താണ്, ഫിഷൻ എന്താണ്, ഫ്യൂഷൻ എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് മൊഡ്യൂൾ 7 വരുമ്പോഴത്തേക്കും നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അത് നമ്മൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട് അല്ലെ. കൊളിഷൻ, ഇത് തന്നെയാണ് ആ ചാപ്റ്ററിന്റെ പേര് തന്നെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞിട്ടാണ് ചാപ്റ്റർ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ
തെർമോഡൈനാമിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ, ജൂൾ തോംസൺ ഇഫക്റ്റ്, ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്, എൻട്രോപ്പി, ഇതൊക്കെ എന്താണ് തെർമോഡൈനാമിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് മാസ് ആക്ഷൻ അല്ലെ, ലോ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, പിന്നെ ഹോമോജീനസ് ഹെട്രോജീനസ് ഇക്വിലിബ്രിയം, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അല്ലെ, നമ്മൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ഇക്വിലിബ്രിയത്തിന്റെ ഏരിയയിൽ പഠിക്കാനുള്ളത്. പിന്നെ റേറ്റ് ഓഫ് റിയാക്ഷൻ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻസ് പഠിക്കുക, റേറ്റ് കോൺസ്റ്റന്റുകൾ പഠിക്കുക, ഡിഫറെന്റ് ഓർഡർ റിയാക്ഷൻസ്, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, സീറോ ഓർഡർ റിയാക്ഷൻസ്. Then comes different types of കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ, ഫോട്ടോസിന്തസിസ്, ഇവിടെ എൻസൈം കാറ്റാലിസിസ്, ഫോട്ടോസിന്തസിസ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, അതിനത്തെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ കംസ് കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, പ്രിപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ കംസ് ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതൊക്കെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. പിന്നെ പല പല ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കണം. ആ ഒരു കെമിസ്ട്രിയുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ കുറേയൊക്കെ 12th നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നമ്മൾ നോക്കിയിട്ട് തന്നെ പോകണം. അടുത്തതാണ് നമ്മുടെ മൊഡ്യൂൾ 8 എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് കാർബൺ, യുണീക്നെസ് ഓഫ് കാർബൺ. കാർബൺ തന്നെ നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് പഠിക്കാൻ. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഹൈബ്രിഡൈസേഷൻ, കാർബൺ ഓർഗാനിക് കോമ്പൗണ്ട്സ്, പിന്നെ എന്താണ് കോൺഫിഗറേഷൻ, സ്പെസിഫിക് റൊട്ടേഷൻ, കൈറാലിറ്റി അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, നമ്മൾ ഡിഗ്രിക്കാണെങ്കിലും പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, മീസോമെറിക് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇലക്ട്രോമെറിക് എഫക്റ്റ്, സ്റ്റെറിക് എഫക്റ്റ്, പിന്നെ കുറച്ച് ഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻസ്, അഡീഷൻ, എലിമിനേഷൻ, റീ അറേഞ്ച്മെന്റ്, അതറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് കംസ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെ, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ്, നെയിമിങ് അല്ലെ, നോമൻക്ലേച്ചർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ 12th പഠിച്ചത് ആ ചാപ്റ്റേഴ്സിന്റെ പേര് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൽക്കീൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, പിന്നെ ആൽക്കൈൽ ഹാലൈഡ്സ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ആൻഡ് ദർ ഡെറിവേറ്റീവ്സ്, അരോമാറ്റിസിറ്റി, അതിൽ ഹക്കൽസ് റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻസീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അത് പഠിക്കണം. ദെൻ ഗ്രിഗ്നാർഡ് റിയേജന്റ്, അതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ. അവിടെ കുറേ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, ആ റിയാക്ഷൻസ് ഒക്കെ റീവിസിറ്റ് ചെയ്യാൻ സമയമായിരിക്കുന്നു. നെക്സ്റ്റ് കംസ് പോളിമേഴ്സ്. ഇതെന്താണ് ആ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ്, പോളിമേഴ്സും ബയോമോളിക്യൂൾസും നമ്മുടെ കെമിസ്ട്രിയിലെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നോക്കി നമ്മളിത് ഈ ഒരു സിലബസ് മൊത്തം ഒന്ന് ഓടിച്ചൊന്ന് നമ്മൾ നോക്കിയതേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ 11th-ന്റെയും 12th-ന്റെയും ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒട്ടുമിക്ക ടോപ്പിക്കുകളുമാണ് ഈ ഒരു സിലബസിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡിഗ്രി ലെവലിലും അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്യേണ്ട സമയമാണ് ഈ ഒരു എക്സാം സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടാം. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ആയിട്ടാണ് എക്സാം ഉള്ളത്. പാർട്ട് എയിൽ മൊഡ്യൂൾ 1, 2, 3 ഉണ്ട്. പാർട്ട് ബിയിലാണ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും മൊഡ്യൂളാണ്, 8 മൊഡ്യൂളുകളുണ്ട്. 8 മൊഡ്യൂളുകളിലും കൂടെ ഫിസിക്സ്, കെമിസ്ട്രി ടോപ്പിക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് എവിടെ നിന്ന് വേണം റെഫർ ചെയ്യാൻ എന്നുള്ള കാര്യത്തിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള, അതായത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ചാപ്റ്ററുകളുണ്ട് 12th-ലെയും 11th-ന്റെയും ഫിസിക്സ്, കെമിസ്ട്രി, അതൊക്കെ എന്താണ് ഓരോ ക്ലാസ് ആയിട്ട്, ഓരോ ചാപ്റ്റർ, ഓരോ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ക്ലാസ് ആയിട്ട് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാനായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും.